ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അതിനു മുന്നേ ഒരു കാര്യം, കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിനി ചിക്കൻ മപ്പാസിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ബേ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 5 പച്ചമുളക് നീളത്തിലരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ. ഏകദേശം 1 മിനിറ്റോളം ചൂടാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒരുപാട് വഴണ്ട് ഉടഞ്ഞു പോകേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട ശേഷം മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ മസാലയൊക്കെ പിടിച്ച് ഒന്ന് വേവായി വന്ന് തുടങ്ങും. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 മുറി നാളികേരം പിഴിഞ്ഞ് 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും ബാക്കി 2 ഗ്ലാസ് രണ്ടാം പാലും കിട്ടിയിരുന്നു. അതിൽ 2 ഗ്ലാസ് രണ്ടാം പാല് ചിക്കനിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയിലെ ചാറൊക്കെ ഒന്ന് കുറുകി ചിക്കൻ നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂ. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഫസ്റ്റ് പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് ഫസ്റ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ടതില്ല. ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഉള്ളി കാച്ചി ചേർക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 എണ്ണത്തോളം ചെറുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഉള്ളി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതുപോലെ ഉള്ളി കാച്ചി ചേർക്കുന്നത് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ ചേരുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുപോലത്തെ ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഞാൻ അടുത്ത തവണ വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.